ചെറായി മുനമ്പം തീരദേശ റൂട്ടിലുള്ള ഒരു ചെറിയൊരു പെട്ടിക്കടയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ചേച്ചിയുടെ പേര് എന്താണ് ചേച്ചി? സൗമിനി എന്നാണ് എൻ്റെ പേര്. വഖഫ് ബോർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് കട വീട്ടിൽ പണിയാൻ പറ്റാനില്ല, ആധാരം എങ്ങും എടുക്കണില്ല. അപ്പോൾ അത് എൻ്റെ ചേച്ചി ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് 15-ാം തീയതിയാണ് തുടങ്ങിയത്. ഞാൻ 2017 തുടങ്ങി എൻ്റെ വീട്ടിൽ ചെയ്യണതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മുറി എടുത്ത് പണിയാ എന്ന് വിചാരിച്ചാണ് ആധാരമായിട്ട് സൊസൈറ്റി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എടുക്കണില്ല. വഖഫ് ബോർഡിൻ്റെ പ്രശ്നം ഇപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ അറിയണത്. എൻ്റെ അമ്മൂമ്മ ജീവിച്ചിരുന്ന 1900 ജീവിച്ചിരുന്ന വെച്ചാലാണ്. അമ്മൂമ്മ 106 വയസ്സിലാണ് മരിച്ചത്. അമ്മൂമ്മ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് അമ്മൂമ്മയൊക്കെ വരുമ്പോൾ കടലിൽ വെച്ച ഭൂമിയാണ്, അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അമ്മൂമ്മ അത്രയും ഇതായിട്ട് അമ്മൂമ്മയുടെ അമ്മൂമ്മ ജീവിച്ചിരുന്നതാണ്. എൻ്റെ അമ്മയും പറഞ്ഞ് ഞാൻ കേട്ടേക്കണത് അങ്ങനെയാണ്. കോളേജുകാരോട് ആധാരം മേടിച്ചിട്ട് കൊണ്ടുവന്ന്, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. അമ്മ കൊണ്ടുവന്നിട്ട് നല്ല സന്തോഷമായിട്ട് എൻ്റെ അമ്മ ഞങ്ങളെയും കൂടി ആധാരമായിട്ട് വന്ന് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ എന്തോ ഭയങ്കര ഒരു കെണിയിൽ ഞങ്ങളെ പെടുത്തിയേക്കണം. അതിന് ആ കെണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അത് രാഷ്ട്രീയക്കാർ തന്നെ വിചാരിക്കണം, അല്ലാണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലടിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി ഞങ്ങളുടെ ആ വിരലുമത്തെ തേക്കണം ആ മഷിക്ക് ഒരു വില ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതാണ് ഇവർ രണ്ടു കൂട്ടരും കൂടി. അവരെന്തിനാണ് ഈ കിടന്ന് മത്സരിക്കണം? ഞങ്ങൾ ഇന്ന് 404 ഏക്കർ ഈ കടപ്പുറത്തുണ്ട, അതുമില്ല. ആകെ 650 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഞങ്ങളുടെ പുരാതനമായിട്ടുള്ള ഞങ്ങളുടെ പള്ളിയാണ്. ആ പള്ളിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കണ ഇവിടുത്തെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളായിട്ടും ഞങ്ങൾക്കാണെങ്കിലും ഇവിടെ ഈ കടപ്പുറത്ത് ജീവിക്കാൻ ഈ കടയാണ് ഞങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗം. അതൊരെണ്ണം പണിത് ഞങ്ങൾക്ക് അവിടെ കട സ്വന്തമായിട്ട് നടത്താമെന്ന് വിചാരിക്കാൻ പറ്റാനില്ല. ഇപ്പോൾ റോട്ടിൽ ഹൈവേ വരുമ്പോൾ ഞങ്ങളിത് മാറ്റി കൊടുക്കണം. അപ്പം ഞങ്ങൾ ഇവിടെ പോയി ജീവിക്കും. ഈ വീട്ടിലും ഇതേപോലെ ഒരു കട തന്നെയായിരുന്നു? വീട്ടിൽ വേറെ കടയായിരുന്നു. അപ്പോൾ ഹൈവേ അവിടെ ഒരു പണിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ റോട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളൊരു വീട് എടുക്കാനായിട്ട് ഒരു റൂം നിങ്ങളുടെ വീടിനോട് ചേർന്ന് എടുക്കാനായിട്ട് ഫ്രണ്ടിൽ എടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ആധാരമായിട്ട് സൊസൈറ്റി കട ഒന്നും കൂടി ഒന്ന് വലുതാക്കാം, ചെറുതായിട്ട്. അപ്പോൾ ഒരു ഹോട്ടൽ മാതിരി തുടങ്ങാം, അത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമല്ലാന്ന് വിചാരിച്ചാണ് ചെന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് പറയണത്. അവിടെ സൊസൈറ്റിയിലും ആധാരം എടുക്കാനില്ല. എൻ്റെ മോനാണെങ്കിൽ പുറത്തോട്ട് പോകണം. അപ്പോൾ അവനെ ഒന്ന് നടക്കാൻ വേണ്ടി അതിന് രണ്ടിനും കണക്കാക്കിയാണ് ആധാരം വെക്കാൻ വേണ്ടി ചെന്നത്. പക്ഷേ അതിന് സമ്മതിക്കാനില്ലല്ലോ. വഖഫ് ബോർഡിൻ്റെ പ്രശ്നം പറഞ്ഞ് ഞങ്ങളുടെ ആധാരം ഓരോട് കൊടുക്കാനില്ല. അതാണ് ഞങ്ങളുടെ ആകെ ഒരു ആശ്രയം. അത് പണയം വെക്കുക, അത് മുടങ്ങാണ്ട് എടുക്കുക. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് ഓരോ കാര്യം തിരിച്ചും മറിച്ചും ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് തുടങ്ങി ഒരു ചെറിയൊരു തെറ്റുപറ്റിയിട്ട് ഉപജീവന മാർഗ്ഗമായിട്ട് തുടങ്ങി. വീട്ടിലെ അവസ്ഥ എന്താണ്? വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കെട്ടിയന് വാൽവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതാണ്. കൊച്ചു പഠിക്കണേന്ന് എൻ്റെ ഒരു വരുമാനത്തിലാണ് ഞങ്ങളുടെ കുടുംബം നടന്നു പോണത്. ഈ ഒരു കട കൊണ്ട് മാത്രമാണ് കുടുംബം നടന്നു പോണത്. അതിൻ്റെ ഇടയിലാണ് ഈ മരുന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വായ്പ എടുത്തിട്ട് അത് മുടങ്ങാണ്ട് അടയ്ക്കും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കണത് തന്നെ. അതിന് ഒരവസ്ഥയിലോട്ടല്ലേ ഞങ്ങൾ എത്തിച്ചേക്കണത്. ഇതെന്ത് ഞങ്ങളെ ഇത്രയും ഇങ്ങനെയായിട്ട് ക്രൂശിക്കേണ്ട എന്ത് കാര്യം ഇരിക്കണത്? ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയല്ലേ. എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളെ, എൻ്റെ അമ്മൂമ്മയുടെ അമ്മ വരെയും ജീവിച്ചിരുന്ന സ്ഥലമാണിത്. എന്നിട്ട് ആ സമയത്തൊന്നും ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്നൊരു പൊട്ടിമുളക്കൽ ഇത് എവിടെ ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇതൊന്നും ഇനിയിപ്പോൾ ഇതിങ്ങനെ പോകണമെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഇപ്പം ഇരിക്കുന്ന കടയും നിങ്ങൾക്ക് ശാശ്വതമല്ല, കാരണം റോഡ് എടുത്ത് പോകും അല്ലേ? അങ്ങനെ വരാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ഒരു കുടുംബമല്ല, അങ്ങനെയുള്ള പല കുടുംബങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ആ കുടുംബങ്ങൾ മുഴുവനും ആത്മഹത്യയുടെ വക്കിലോട്ടല്ല എത്തണത്. അങ്ങനെ ഒരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ മക്കളും നന്നായി ഞങ്ങളുടെ മക്കളോട് കൂടി ജീവിച്ച് ഈ കടപ്പുറത്തിൻ്റെ ഒരു മോശമായ തന്നെ മാറ്റണം എന്ന് ആഗ്രഹിക്കണതല്ലേ. മെയിനായിട്ട് ടൂറിസം മേഖലയുള്ളൊരു സ്ഥലവും കൂടിയല്ലേ ഇത്. എന്നിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു മനസ്സാക്ഷി ഇല്ലാത്ത പെരുമാറുന്ന കാര്യം എന്താണ്? ഇതിന് ശരിക്കും പറഞ്ഞാൽ കോടതി ഇടപെടണം. കോടതി ഇടപെട്ട് ഞങ്ങൾക്ക് നീതി നേടി തന്നെ. ഞങ്ങളിവിടെ താമസിക്കണം. ഞങ്ങളിവിടെ നിന്ന് ആരും പുറത്താക്കാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പോകില്ല, പോകുകയുമില്ല, ഇങ്ങോട്ട് വന്നവരെ ഞങ്ങൾ വിടുകയുമില്ല. അതുകൊണ്ട് കടപ്പുറത്തെന്ന് പറഞ്ഞാൽ കടപ്പുറത്തുകാർക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ ഇവിടെ വന്ന ഒരാളെ ഞങ്ങൾ വിടില്ല. അതുമാതിരി തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുകയുമില്ല. ഇപ്പോൾ അഴക്കാമെന്ന് വിചാരിച്ച് ഒരു വഖഫ് ബോർഡ് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അമ്മൂമ്മയുടെ അമ്മൂമ്മയായിട്ടും ഞങ്ങളുടെ അമ്മയായിട്ടും ഞങ്ങളുടെ കുടിപ്രമങ്ങളെല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ പള്ളി. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണം. ഇതിലാരും ഇടപെട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റേതായ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും. അതിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. വഖഫ് ബോർഡല്ലേ ഏത് ബോർഡ് വന്നാലും കടപ്പുറത്തുകാരെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് വിടിയിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. നടക്കാത്ത കാര്യവും. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ആശങ്ക. ഇപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കടയാണ് ഒരു ഉപജീവന മാർഗ്ഗമായിട്ടുള്ളത്. ആ കട പോകുന്ന അവസ്ഥയിലേക്ക് കൂടി വരുന്നു. വീടിനോട് ചേർന്ന് ഒന്നും കൂടി ഒരു മെച്ചപ്പെട്ട ജീവിത അവസ്ഥ അവരുടെ കുടുംബം പോറ്റാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ഹോസ്പിറ്റൽ കേസുകളും എല്ലാം വളർന്നു വരുന്ന കഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു കുടുംബത്തിന് വീടൊന്ന് പുതുക്കാനോ അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗ്ഗമായി കടയൊന്ന് പുതുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കേസിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇനി എന്ത് ചെയ്യും, ഇവരുടെ മക്കൾ എന്ത് ചെയ്യും, എങ്ങനെ ഇവർ പഠിപ്പിക്കും, വളർത്തും എന്നുള്ള വലിയൊരു ആശങ്കയും ചോദ്യചിഹ്നമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചേച്ചിയും നിലനിൽക്കുന്നത്.